ഇരങ്ങിടുന്നു എന്നെയോ മനിയായി കരുതുന്നു അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം. ജീവിതമൊരു നീർക്കുമിളയല്ലയോ, അതിൽ ആയുസ് നിമിഷങ്ങളല്ലയോ, സിംഹാസനത്തിനായി ദാഹിച്ചലയും സിംഹാസനത്തിനായി ദാഹിച്ചലയും മനുഷ്യ നീയതോർക്കുന്നുണ്ടോ, മനുഷ്യ നീയതോർക്കുന്നുണ്ടോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ, ഓടയിൽ വാണാലും മേടയിൽ വാണാലും ആടടി മണ്ണേ നിനക്ക് സ്വന്തം, ഓടയിൽ വാണാലും മേടയിൽ വാണാലും ആടടി മണ്ണേ നിനക്ക് സ്വന്തം, പട്ടുരാടകളും സ്വർണ്ണാഭരണങ്ങളും ചുടലക്കളം വരെ നിനക്കു സ്വന്തം, പട്ടുരാടകളും സ്വർണ്ണാഭരണങ്ങളും ചുടലക്കളം വരെ നിനക്കു സ്വന്തം, മനുഷ്യ നീയതോർക്കുന്നുണ്ടോ, ജീവിതമൊരു നീർക്കുമിള. കാഴ്ചകൾ നടത്തി മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടി ആദ്യം നടക്കുമ്പോൾ അവർക്കെവിടെ സമാധാനം? പ്രിയ സുഹൃത്തുക്കളെ, ക്രിസ്തു എന്ന മഹത്വത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുവാൻ മതിയായവരാണ്, നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ മതിയായവരാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതികൂലത്തെയും തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവശക്തി നൽകുവാൻ കഴിവുള്ളവരാണ് ക്രിസ്തുവിനായ ക്രിസ്തു. ഈ ക്രിസ്തു സകലത്തിനും മതിയായവനാണ്. ഈ ക്രിസ്തുവിന് മാത്രമേ നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ, മോക്ഷത്തിലേക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തു തന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവായ ദൈവത്തിലേക്ക് ചെല്ലുന്നില്ല എന്ന്, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമെന്ന് യേശു പറഞ്ഞു. മറ്റാരുടെയും വാക്കുകൾ കടമെടുക്കാതെ പറയട്ടെ, ക്രിസ്തുവിനായ കർത്താവായ യേശു ക്രിസ്തു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച പ്രിയ ശിഷ്യന്മാരെ നോക്കി യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യവും ജീവനും. പ്രിയ സുഹൃത്തുക്കളെ, നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ, നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ, മരണത്തിനപ്പുറമുള്ള ഒരു മരണാനന്തര ജീവിതത്തിൽ നിത്യജീവനിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഈ മാർഗത്തെ വിശ്വസിക്കുക. യേശുക്രിസ്തു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല, യേശുക്രിസ്തു ഒരു മതത്തിന്റെ വക്താവല്ല, ഒരു മതത്തിന്റെ നേതാവല്ല, മറിച്ച് ക്രിസ്തു ഒരു മാർഗമാണ്. ക്രിസ്തു ഒരു മാർഗമാണ്. ഈ ക്രിസ്തു മാർഗത്തിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷ നേടുവാനായിട്ട് കഴിയുകയുള്ളൂ. രക്ഷ എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ രക്ഷയാണ്, ആത്മാവിന്റെ രക്ഷയാണ്, ആത്മാവിന്റെ രക്ഷ. മോക്ഷപ്രാപ്തി ഒരു മനുഷ്യന് പ്രാപിക്കണമെങ്കിൽ അതിന് ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെ മാർഗമാണ്. സ്വർഗം വിട്ട് ഈ താഴ്ഭൂമിയിലേക്ക് ക്രിസ്തു വന്നത് മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുവാനാണ്. നിത്യശിക്ഷാവിധിക്ക് യോഗ്യരായിത്തീർന്ന, ആദ്യം ഓർപ്പിച്ചതുപോലെ പാപം ചെയ്ത് അനുസരണക്കേട് കാണിച്ച് പാപത്തിന്റെ സന്തതികളായിരുന്ന മനുഷ്യനെ രക്ഷിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം ബേത്ലഹേമിൽ ജനിച്ച് കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ്
സ്വർഗത്തിലേക്ക് പോയി ഇന്നും നമുക്ക് വേണ്ടി സകല മനുഷ്യനും വേണ്ടി ജീവിക്കുന്ന ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനെ അവകാശമാക്കുവാൻ ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്, താൻ അത് നിവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ഒരു മോക്ഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ, മരണാനന്തരം നിത്യജീവനെ സ്വർഗത്തെ അവകാശമാക്കുവാൻ ദൈവത്തോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വസ്ഥത അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിന്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല. മനുഷ്യനെ രക്ഷിക്കുവാൻ മറ്റൊരു മാർഗം ഇല്ലേ ഇല്ല. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ വീണ്ടും ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശു ക്രിസ്തു എന്ന ഏക മാർഗത്തിലൂടെ, യേശു ക്രിസ്തു എന്ന ഏക നാമത്താലല്ലാതെ മനുഷ്യനെ രക്ഷ ലഭിക്കില്ല. എങ്ങനെയാണ് യേശു മനുഷ്യനെ രക്ഷിച്ചത്? അതും കൂടെ പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം ഇടുവാൻ ആഗ്രഹിക്കണം. യേശു ക്രിസ്തു എങ്ങനെ മനുഷ്യന്റെ രക്ഷകനാണ്? പ്രിയ സുഹൃത്തുക്കളെ, ഏത് പ്രവർത്തിക്കും അതിൻ്റെതായ പ്രതിഫലമുണ്ട്. അത് മനുഷ്യന്റെ വ്യവസ്ഥയാണ്. ദൈവത്തിനും അതേ വ്യവസ്ഥയുണ്ട് മനുഷ്യരോട്. മനുഷ്യർ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും പ്രതിഫലം നൽകുന്നവരാണ് ദൈവം. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അതിനൊരു പ്രതിഫലം ദൈവം വെച്ച് മനുഷ്യന്. അതിന്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്ര. അതെ, മനുഷ്യർ പാപം ചെയ്യും, ചെറുതും വലുതുമെന്ന് നാം കാണുന്ന, നിസ്സാരമെന്ന് നാം കാണുന്ന ഏത് ലംഘനവും, ഏത് അനീതിയും, ഏത് അധർമ്മവും, ഏത് വഴിവിട്ട പോക്കുകളും, ഏത് അധർമ്മ മാർഗങ്ങളും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപമാണ്. കാരണം ദൈവം പാപമില്ലാത്ത അതിവിശുദ്ധനായ ദൈവമാണ്. വിശുദ്ധനായ ദൈവത്തെ പാപിയായ മനുഷ്യൻ എങ്ങനെ സമീപിക്കും? പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധിയിൽ ഭയങ്കരനായവൻ, വിശുദ്ധിയിൽ വസിക്കുന്ന മഹാദൈവം ഈ താഴഭൂമിയിലേക്ക് മനുഷ്യനെ രക്ഷിപ്പാൻ ജനത്തിൽ അവതരിച്ചു. അതാകുന്നു ക്രിസ്തു. ദൈവത്തെ മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഒരു സാധാരണ മനുഷ്യനായി, ഒരു ദാസനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ലോകത്തിലുള്ള സകല മാനവകുലത്തിനും രക്ഷ നൽകി മോക്ഷത്തിലേക്ക്, നിത്യജീവനിലേക്ക് മനുഷ്യനെ നയിക്കുവാനാണ്. അതിനുവേണ്ടി ക്രിസ്തു എന്താണ് ഒരുക്കിയത്? ക്രിസ്തു എന്താണ് മരണശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഒരുക്കിയ പോംവഴി? അതുകൂടെ പറയട്ടെ. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് പറഞ്ഞപ്പോൾ ഏത് മനുഷ്യനും പാപിയാകില്ല, ഏത് മനുഷ്യനും നിത്യശിക്ഷാവിധിക്ക് യോഗ്യരാകിയാൽ മനുഷ്യൻ അനുഭവിക്കേണ്ട പാപത്തിന്റെ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റുകൊണ്ട് ക്രിസ്തു ഒരു പരമയാഗമായി തീർന്നു. അതെ, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ സ്വന്തം ജീവനെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരയാഗമാക്കി തീർത്തു. അതെ, ക്രിസ്തു പാപിയായിട്ടല്ല, ക്രിസ്തു നീതിമാനാണ്. അവനിൽ പാപമില്ലായിരുന്നു, അവൻ നിർമ്മലനായിരുന്നു, അവൻ നിർദോഷനായിരുന്നു, അവൻ പാപികളോട് വേറിട്ടവനായിരുന്നു, അവനിൽ പാപമില്ലായിരുന്നു. എന്നാൽ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ, പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ക്രിസ്തു തന്റെ ജീവനെ ഒരു അകൃത്യയാഗമാക്കി നൽകി. ക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ ഏതു മനുഷ്യനും പാപമോചനം സൗജന്യമായി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഒരുക്കി. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. പാപിയായ എന്നെയും സകല മനുഷ്യരെയും രക്ഷിപ്പാൻ സ്വന്തം ജീവനെ കാൽവരി ക്രൂശിൽ പരമയാഗമാക്കി ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ സ്വയം ഏറ്റുവാങ്ങിയവൻ. സുഹൃത്തുക്കളെ, ഇതെന്റെ വാക്കുകളല്ല. വിശുദ്ധ തിരുവെഴുത്തിൽ ഇങ്ങനെ പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവനൊരു അകൃത്യയാഗമായി തീർന്നു. ഞാൻ അനുഭവിക്കേണ്ട മരണശിക്ഷ ലോകത്തിലുള്ള സകല മനുഷ്യരും, അദാമ്യ പാരമ്പര്യമുള്ള സകല മനുഷ്യരും, പാപിയായ ഏത് മനുഷ്യരും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, നിത്യജീവനിലേക്ക് അവനെ നയിക്കുവാൻ, പാപിയെ നീതിമാനാക്കി മാറ്റുവാൻ, അശുദ്ധരായവരെ ശുദ്ധരാക്കി തീർക്കുവാൻ യേശു ക്രിസ്തു പാപയാഗമായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ പാപയാഗം സകല മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി താൻ ക്രൂശിൽ ഒരുക്കിയ ഓരോ തുള്ളി രക്തവും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തെ കഴുകി കളയുന്നതായിട്ട്. അതുകൊണ്ട് വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതെ, യേശു ക്രിസ്തുവിന്റെ രക്തം സകല